പകരം ഇനി 1000 പേര് വന്നാലും 1000-ൽ ഒരാൾക്ക് പോലും പകരമാവാൻ പറ്റാത്ത ചിലരുണ്ട്. ജീവിതത്തിൽ അവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചന സ്നേഹിക്കുന്നവരോട് സ്നേഹമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന അഭിനയമാണ്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അതാണ് സ്വപ്നം. നിങ്ങളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല. നിങ്ങളെ വിട്ടുപോയവർ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിട്ടുമില്ല. സ്നേഹം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാവർക്കും കാലം മാറുന്നതിനനുസരിച്ച് കാഴ്ചപ്പാടുകളും മാറുന്നു. ഒരിക്കൽ നമ്മളിൽ കണ്ട ഗുണങ്ങൾ പിന്നീട് കുറവുകളായി തോന്നിയേക്കാം. അവിടെ നമ്മുടെ ത്യാഗത്തിനും പ്രസക്തിയുണ്ടാവില്ല. ഒരാൾ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, അയാൾ വീണ്ടും വീണ്ടും തേടി വരുന്നുണ്ടെങ്കിൽ, അയാൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അയാളേക്കാൾ മനോഹരമായി ആർക്കും നിങ്ങളെ സ്നേഹിക്കാനാവില്ല. നമ്മളെ ഇല്ലാതാക്കാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് വാക്കുകൾക്കാണ്. അത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്നും അപ്രതീക്ഷിതമായി കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ജീവിത പാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണമെന്ന് മാത്രം. നമുക്ക് ആരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാവുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതല്ലേ. ആർക്കു വേണ്ടിയും സ്വന്തം സന്തോഷങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത്. അവസാനം അവർ അവരുടെ സന്തോഷങ്ങൾ തേടിപ്പോകുമ്പോൾ വെറും വിഡ്ഢികളായി നിൽക്കേണ്ടി വരും നമ്മൾ. നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മറ്റാരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ മിണ്ടാനും പറയാനുമായി കണ്ടെത്തുന്ന മറ്റൊരു ലോകമാണ് ഏകാന്തത. ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിൻ്റെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയാണ് ആവശ്യം. ഏത് സാഹചര്യത്തിലും മനസ്സ് മടുപ്പിക്കരുത്. വിജയം നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കും. എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ഒരാൾ നമ്മുടെ അമ്മയാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ വലിയൊരു കഴിവ്. മനസ്സിലാക്കിയാലും മനസ്സിലാവാത്ത പോലെ പെരുമാറാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ അതിലും വലിയ കഴിവ്. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ്. നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്. ഒരു പരിധിക്കപ്പുറം ആരുടെയും കാര്യത്തിൽ അധികം ഇടപെടാതെ നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. അവിടെ മനസ്സമാധാനമെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ തന്നെ നാളെ തള്ളിപ്പറയുന്ന സമയം വിദൂരമല്ല.